ചിത്രം വടതരോർമൂലേ വൃദ്ധാ ശിഷ്യാ ഗുരുർയുവാം ഗുരോസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ഛിന്ന സംശയാ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരേ ശരണമയ്യപ്പ. എല്ലാ നല്ലവരിൽ നല്ലവരായ സജ്ജനങ്ങൾക്കും നൂറായിരം സ്നേഹാശംസകൾ. എങ്ങും എവിടെയും സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നന്മയുടെയും ഒരു കാവ്യവൽക്കരണ കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. രാഷ്ട്രം സമാനതകളില്ലാത്ത വികസന കുതിപ്പിലൂടെ ഹിന്ദു ഉണർന്നാൽ രാഷ്ട്രമുണർന്നു, ഹിന്ദു രാഷ്ട്രമുണർന്നാൽ ലോകമുണർന്നു. ഈ ഒരു പ്രിൻസിപ്പിളിൽ നമ്മുടെ ഭാരതം വിശ്വഗുരുവായി ഉയർത്തുകയാണ്, വളർത്തുകയാണ് എൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിജി. അപ്പോൾ ഓരോ വ്യക്തികൾ കൂടുന്ന സമാജം, സമാജങ്ങൾ കൂടുന്ന സമൂഹം, സമൂഹം കൂടുന്ന രാഷ്ട്രം, രാഷ്ട്രങ്ങൾ കൂടുന്ന മാനവരാശി. ഇതിൻ്റെ സമഗ്രമായ പുരോഗതി, എൻ്റെ പുരോഗതി മാത്രമല്ല മാനവരാശിയുടെ പുരോഗതി. അപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ പെട്ടിരിക്കുന്നത്, ശ്രദ്ധിക്കണം, ഗൃഹാന്ധകൂപം. എവിടെയാണ് പെട്ടിട്ടുള്ളത്? വേദങ്ങൾ പറയുന്നു ഗൃഹാന്ധകൂപം. ഈ ഗൃഹാന്ധകൂപത്തിൽ നിന്നും പുറത്ത് കടക്കണം. ഇതിനാണ് ഭാരതീയ ഋഷീശ്വരന്മാർ നമുക്ക് സെമിറ്റിക് മതങ്ങളെ പോലെ ഒരു ഗ്രന്ഥമല്ല, ഒരു ലൈബ്രറി തന്നെയുണ്ട്. ഒരു പുരുഷ ജന്മം കൊണ്ടല്ല, 100 പുരുഷ ജന്മം കൊണ്ട് പഠിച്ചു തീർക്കാൻ സാധിക്കാത്ത അത്രയും ലൈബ്രറികളുണ്ട്. ഈ ലൈബ്രറികളിലൂടെ ഇവിടുത്തെ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദ്യമായ വിഷയം ഗൃഹാന്ധകൂപം, ഗൃഹമാകുന്ന പൊട്ടക്കിണറിൽ നിന്നും പുറത്ത് കടക്കാനുള്ള മാർഗങ്ങളാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ ഗൃഹം എന്ന് പറഞ്ഞാൽ വർണ്ണാശ്രമങ്ങളിൽ ഗൃഹസ്ഥാശ്രമ ധർമ്മങ്ങൾ പാലിക്കണം. ആ ഗൃഹസ്ഥാശ്രമ ധർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൃഹത്തിൽ ആശ്രമം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ആശ്രമത്തിൽ ഹിമാലയത്തിലെ വനാശ്രമം ഇത് ഗൃഹത്തിൽ ഗൃഹസ്ഥാശ്രമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൃഹത്തിൽ ഗൃഹമേവ ഗൃഹസ്ഥാനാം സുസമാഹിത ചേതസ ശാന്താഹാം ഹൃദിദോഷാണാം വിജന വനഭൂമയെ. ഹിമാലയത്തിൽ ഋഷീശ്വരന്മാർ അനുഭവിച്ചിരിക്കുന്ന സുഖസന്തോഷ ജീവിതം ഇപ്പോൾ ഇവിടെ അവനവൻ്റെ ഗൃഹത്തിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടി തപസ്സനുഷ്ഠിക്കുന്ന വ്യക്തികൾക്ക് അവരെ പ്രമോട്ട് ചെയ്യാൻ പ്രമോഷണൽ ആക്ടിവിറ്റീസുകളാണ് വേദങ്ങളും ഉപനിഷത്തുക്കളും ഭഗവത്ഗീതയും ശ്രീമദ് ഭാഗവതവും. അങ്ങനെ നമ്മുടെ ജീവിതത്തെ ഏറ്റവും സമ്പന്നവും ഏറ്റവും സമ്പുഷ്ടവുമാക്കാനും വ്യാസരൂപായ വിഷ്ണവേ സാക്ഷാൽ ബദരീനാഥൻ തന്നെ ബാദരായണനായി നമുക്ക് സമ്മാനിച്ചതാണ് ശ്രീമദ് ഭാഗവതം എന്ന ധർമ്മശാസ്ത്രം. ഈ ധർമ്മശാസ്ത്രത്തിലൂടെ നമ്മളെ വേദവ്യാസ ഭഗവാൻ സന്തോഷത്തിൻ്റെ സമുദ്രത്തിൽ നീരാടിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ പറയുന്നു ഭഗവത്ഗീതയിൽ, യജ്ഞാനാം ജപയജ്ഞോസ്മി, യജ്ഞങ്ങളിൽ ഞാൻ ജപയജ്ഞോസ്മി, ജപയജ്ഞമാകുന്നു. എന്താ കാരണം? ഭഗവാൻ ഇതിനിടെ ഞാൻ കഴിഞ്ഞ ആഴ്ച ഗുരുവായൂർ വെച്ച് കണ്ടിരുന്നു. അപ്പോൾ ഭഗവാനോട് ചോദിച്ചു, ഇതെന്താ ഭഗവാൻ ഇങ്ങനെ പറയാൻ കാരണം? ചോദിച്ചു, ഹലോ മണികണ്ഠ, ശുദ്ധ താൻ എന്താണോ ഇമാതിരി ചോദ്യം ചോദിക്കുന്നത്? ആവശ്യമുണ്ടെങ്കിൽ ICU യൂണിറ്റിലടക്കം നിനക്കിത് കൊണ്ടുപോകാം.
ശരിയാണല്ലോ ഭഗവാനെ, വിത്തൗട്ട് എക്സ്പെൻസ്. ശംഭുവാധ്യാരുടെ മകൻ എക്സ്പെൻസ് ഉള്ള കാര്യങ്ങൾക്കൊന്നും നിൽക്കില്ല, ചെലവ് ചെയ്യില്ല, കട്ട് ചെയ്ത് ബാക്കി ചെയ്യും, കട്ട് ചെയ്ത് ബാക്കി ചെയ്യും. എന്താണ് ലവ്? കാരണം മേ പ്രിയോ അസി. ഇന്നത്തെ സമൂഹത്തിൽ അന്യം നിൽക്കുന്ന കാര്യമാണ് പ്രിയം. മേ പ്രിയോ അസി. മേ എന്ന് പറഞ്ഞാൽ ഐ, പ്രിയോ എന്ന് പറഞ്ഞാൽ ലവ്, അസി എന്ന് പറഞ്ഞാൽ യു, നീ. ഐ ലവ് യു. ശരണമയ്യപ്പ. ഇതാണ് പരമപ്രേമസ്വരൂപനായ ഭഗവാൻ ഭഗവത്ഗീതയിലൂടെ നമ്മളെ ഉയർത്തുന്നത്. ഈ ഭാഗവതത്തിൽ ഈ യജ്ഞാനാം ജപയജ്ഞോസ്മി, ജപത്തിൻ്റെ നാമത്തിൻ്റെ മാഹാത്മ്യം, അതിൻ്റെ ഗുണഗണങ്ങൾ വളരെ ശാസ്ത്രീയമായി അപഗ്രഥനം ചെയ്യുന്നു. അങ്ങനെ അപഗ്രഥനം ചെയ്യുന്നത് വളരെ ഡ്രമാറ്റിക്കലായ, വളരെ നാടകീയമായ ഓരോ മുഹൂർത്തങ്ങളിലൂടെയാണ് വേദവ്യാസ ഭഗവാൻ ഈ സബ്ജക്റ്റ് നമ്മളിലോട്ട് ഇഞ്ചക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇഞ്ചക്റ്റ് ചെയ്ത നല്ല ഒരു കഥയാണ്, ശ്രദ്ധിക്കണം, അജാമിള മോക്ഷം. അജാമിള മോക്ഷം 8ാമത്തെ അധ്യായത്തിൽ, 8ാമത്തെ സ്കന്ധത്തിൽ 1ാമത്തെ അധ്യായത്തിൽ 19ാമത്തെ ശ്ലോകം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ശ്രദ്ധിക്കണം, അജാമിള മോക്ഷമാണ് ഇവിടെ സബ്ജക്റ്റ്. അജാമിള മോക്ഷം. മോക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹക്ഷയതി ഇതി മോക്ഷം. ഹിന്ദുക്കളായ നിങ്ങളിത് ചിലപ്പോൾ കേട്ട് കാണില്ല, ഹിന്ദുക്കൾക്ക് ഇത് നല്ല പരിചയം ഉണ്ടാവില്ല. കാരണം മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട എന്തോ ഒരു, എന്താണെന്ന് പോലും അറിയില്ല, എന്തോ ഒരു കാര്യമാണ് എന്ത്, മോക്ഷം. തിരുമേനി, പ്രേതത്തിന് മോക്ഷം കിട്ടി. ഏത് സത്യത്തിൽ പ്രേതത്തിന് മോക്ഷം കിട്ടിയതല്ല. പ്രേതത്തിന് മോക്ഷം കിട്ടിക്കോട്ടെ, ഒക്കെ ആവാം, നമ്മളൊന്നിനും എതിർക്കുന്നതല്ല. മോഹക്ഷയതി, ദുർമോഹങ്ങൾ. ശ്രദ്ധിക്കൂ, മോഹങ്ങളാവാം, ദുർമോഹങ്ങൾ കട്ടുമുടിക്കാനും വെട്ടിപ്പിടിക്കാനും തട്ടിപ്പറിക്കാനും ചതിക്കാനും വഞ്ചിക്കാനും വ്യഭിചരിപ്പിക്കാനും ബ്രൈവറി കൈക്കൂലി വാങ്ങിക്കാനും ഉള്ള അമിതമായ ദുർമോഹങ്ങളെ ക്ഷയിപ്പിക്കുകയാണ് എന്ത്? മോക്ഷം. കൊള്ളാമല്ലോ തിരുമേനി, എന്നാൽ നമുക്കത് പഠിക്കാം. കൊള്ളായെങ്കിൽ നമുക്കത് പഠിക്കാം. കൊള്ളൂല്ലേ? അപ്പുറത്തെ സൈഡിൽ ഒന്ന് ഞെക്കിക്കോ, സ്കിപ്പ് ചെയ്തോ, അടുത്ത ദുഃഖ ദുരിതത്തിനകത്ത് മുങ്ങിക്കുളിച്ചോ. അല്ല, അവനവനെ പ്രേമിക്കുന്നതാണെന്നുണ്ടെങ്കിൽ, അവനവനെ പാഷനാണെന്നുണ്ടെങ്കിൽ, ഭഗവാൻ പറഞ്ഞ കാര്യം നമുക്ക് നോക്കാം. ആര് പറഞ്ഞ കാര്യം? ഭഗവാൻ ശ്രീമദ് ഭാഗവതത്തിൽ 8ാമത്തെ സ്കന്ധത്തിൽ 1ാമത്തെ അധ്യായത്തിൽ 17ാമത്തെ ശ്ലോകം പറയുന്നു. എന്താണ്? സകൃന്മന കൃഷ്ണ പദാരവിന്ദയോർ നിവേശിതം തദ്ഗുണ രാഗിയൈരിഹ നദേയമം പാശ ഭൃതശ്ച തദ്ഭടൻ സ്വപ്നേപി പശ്യന്തി ഹി ചീർണ നിഷ്കൃത. ഇവിടെ അജാമിളൻ എന്ന് പറഞ്ഞാൽ ഇവിടെ മായാമോഹത്തിൽ മുങ്ങിക്കുളിച്ചവൻ എന്നുള്ളതാണ്. അജമിളൻ, മായാമോഹത്തിൽ മുങ്ങിക്കുളിച്ചവൻ. നമ്മളൊക്കെ ഒരുതരം മായാമോഹത്തിൽ, ഭാര്യ എന്ന മോഹത്തിൽ മുങ്ങിക്കുളിച്ചവനാണ്. ഭർത്താവെന്ന് പറഞ്ഞ മായാമോഹത്തിൽ. കാരണം ജനിച്ചിട്ട് ഒരു 18ാമത്തെ വയസ്സ് കഴിയുമ്പോഴാണ് ഭർത്താവ് വന്നത്. കുറച്ച് നാൾ കഴിയുമ്പം ചേട്ടായി വിട്ടുപോവുകയും ചെയ്യും. വിട്ടുപോയ ആൾക്കാർക്ക് മനസ്സിലാവും ഇതൊരു മായയാണെന്ന്. 18 വയസ്സിന് മുന്നേ, കെട്ടാത്തതിന് മുന്നേ മനസ്സിലാവും ഇതൊരു മായയാണെന്ന്. ഇതിനിടയിൽ കിടന്നിട്ടുള്ള കളിയാണ് ജീവിതം. അപ്പോൾ ഈ മായാമോഹത്തിൽ മുങ്ങിക്കുളിച്ചിട്ടുള്ള ഒരു, ശ്രദ്ധിക്കണം, ഗൃഹസ്ഥാശ്രമിയോടാണ് ഇത് പറയുന്നത്. ഒപ്പം
ഒരു ബ്രാഹ്മണനോടാണ് പറയുന്നത്. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്രാഹ്മണിക്ക് ഹെജിമണി ഇതൊന്നും എടുത്തിട്ട് വെട്ടവാളെടുത്ത് തുള്ളാനൊന്നും വരണ്ട. മഹാജ്ഞാനിയോടാണ് പറയുന്നത്, വേദം അറിയുന്ന വ്യക്തിയോടാണിത് പറയുന്നത്. അപ്പം ഒരു വേദജ്ഞാനിയോട്, ഗൃഹസ്ഥാശ്രമിയോട് ആരാ പറയുന്നത്? കൃഷ്ണനാ പറയുന്നത്. കൃഷ്ണൻ ആരാണ്? മഹാഗൃഹസ്ഥാശ്രമിയാണ്. എത്രാമത്തെ 16,008 ഭാര്യമാർ. ശരണമയ്യപ്പ, നമുക്കിതൊന്ന് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ 18 ഭാര്യമാരെ പുള്ളിക്കാരൻ ഈ പുല്ലാങ്കുഴൽ സംഗീതത്തിലൂടെ മെരുക്കിയെടുത്ത മഹാഗൃഹസ്ഥാശ്രമി പറയുന്നതാണ്, സകൃന്മന കൃഷ്ണ പദാരവിന്ദയോർ നിവേശിതം തദ്ഗുണ രാഗിയൈരൈരിവ. അതായത് ഈ ശ്ലോകം പ്രൂവ് ചെയ്യാനാണ്, വളരെ ശ്രദ്ധിക്കണം, ഈ ഒരു ശ്ലോകം 8ാമത്തെ സ്കന്ധത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ 19ാമത്തെ ശ്ലോകം, ഇത് പ്രൂവ് ചെയ്യാനുള്ള കഥയാണ് നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള അജാമിള മോക്ഷം. അപ്പോൾ അജാമിള മോക്ഷം എന്താണെന്ന് ഞാൻ പിന്നീട് പറയാം. അതിനു മുന്നേ ഈ ശ്ലോകം എന്താണെന്ന് പ്രൂവ് ചെയ്യാനാണ്. ഇത് ഡയറക്റ്റായിട്ട് പഠിക്കുന്നൊരു വ്യക്തിക്ക് പിന്നെ അജാമിള മോക്ഷം കഥ ആവശ്യമില്ല. ഇതിൻ്റെ എക്സ്പ്ലനേഷനാണ്, ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനാണ് അജാമിള മോക്ഷം. അപ്പോൾ ശ്രദ്ധിക്കൂ, നരകയാതനാപൂർണമായ ജീവിതം അതെന്താണ്? പാകിസ്ഥാൻകാരുടേതല്ല, ചൈനക്കാരുടേതല്ല, എൻ്റെയും നിങ്ങളുടെയും ജീവിതം. ദുഃഖദുരിതപൂരിതമായ പ്രശ്നാധിഷ്ഠിതമായ ജീവിതം. ഇതിന് അടിമുടിയൊരു പരിവർത്തനം. ആ പരിവർത്തനത്തിലൂടെ സന്തോഷ സംതൃപ്ത ജീവിതത്തിലേക്ക് വേദവ്യാസ ഭഗവാൻ നമ്മളെ കൈപിടിച്ചുയർത്തുകയാണ്. ആ പരിവർത്തനോ സ്വപ്നം പോലുമില്ലാതാക്കാൻ, ദുസ്വപ്നം പോലുമില്ലാതാക്കാൻ. തമാശക്ക് നമ്മൾ ആളെ പറ്റിക്കാൻ പറയുന്നുണ്ട്, ഹാപ്പി സ്വീറ്റ് ഡ്രീംന്ന്. ഈ സ്വീറ്റ് ഡ്രീം തന്നെ ജീവിതമാക്കി മാറ്റാൻ. അപ്പോൾ എന്താണ്? ഭഗവാന്റെ ഗുണത്തിൽ രാഗം വേണം. സകൃന്മന കൃഷ്ണ പദാരവിന്ദയോർ നിവേശിതം സദ്ഗുണരാഗി. സദ്ഗുണരാഗി, ഭഗവാന്റെ ഗുണത്തിൽ രാഗം വേണം. ശ്രദ്ധിക്കൂ, ഇപ്പം രാഗം എവിടെയാണ്? ഭാര്യയോടാണ്, ഒട്ടല്, ഒരച്ചുകൊണ്ടിരിക്കൽ. ഇപ്പം രാഗം മൊബൈലിനോടാണ്, തോണ്ടിക്കൊണ്ടിരിക്കൽ. ഇപ്പം രാഗം ശരീരത്തിനോടാണ്. 3 നേരം KM മാണി സാറുണ്ട്, ദിവസം 3 നേരം കുളിക്കും, രാവിലെ ഉച്ചക്കും വൈകുന്നേരം. അപ്പം ഇപ്പം രാഗം ശരീരത്തിനോടാണ്. ഇപ്പം കുഞ്ഞുങ്ങൾ എടുത്തിങ്ങനെ താലോലിച്ചുകൊണ്ടിരിക്കും, ഇപ്പം രാഗം കുട്ടികളോടാണ്. ഇപ്പം രാഗം പുറത്തുള്ള ഷെഡിലുള്ള ബെൻസ് കാറിനോടാണ്. ഇപ്പം രാഗം മണിയോടാണ്. ഇപ്പം രാഗം വീടിനോടാണ്, ഇടക്കിടക്കേ പെയിൻ്റ് അടിക്കുന്നത്. ഇപ്പം രാഗം കൂട്ടുകാരനോടോ കൂട്ടുകാരിയോടോ ആണ്. അപ്പം ഇതിനോടാണ് ഇപ്പോൾ രാഗം. അപ്പം ആധുനിക മനുഷ്യൻ്റെ ഈ രാഗം താൽക്കാലികമായ ഈ സുഖഭോഗങ്ങളിലാണ്. ഇവ നിഷേധിക്കണമെന്നല്ല പറയുന്നത്, ഇവ നിലനിർത്തിക്കൊണ്ട് എന്ത് വേണം? കൃഷ്ണ പദാരവിന്ദയോർ നിവേശിതം. നിവേശിതം എന്ന് വെച്ചാൽ അങ്ങ് പ്രവേശിക്കണം, അങ്ങ് ആക്രമിക്കണം, അങ്ങ് കീഴടക്കണം, അത് സ്വന്തമാക്കണം. തത് ഗുണരാഗി, ഭഗവാന്റെ ഗുണങ്ങള്. ഭഗവാന്റെ ഗുണങ്ങളാ. ചാതുർവർണ്ണ്യം മയാസൃഷ്ടം ഗുണകർമ്മ. കണ്ടോ കണ്ടോ കണ്ടോ, അവിടെയും ഗുണം. എന്താണ് ഈ ഗുണം? അത് ഭാഗവതത്തിൽ തന്നെ. ഇവിടെ ശ്രദ്ധിക്കൂ, നാരായണ കവചത്തെ പറയുന്നുണ്ട്, അഷ്ടഗുണോഷ്ടബാഹു. ഭഗവാന്റെ അഷ്ടഗുണോഷ്ടബാഹു, 8 കരങ്ങൾ എന്താണ്? 8 ഗുണങ്ങളാണ്. ചതുർഗുണോഷ്ടബാഹു, മഹാവിഷ്ണുവിൻ്റെ 4 ഗുണങ്ങളാണ് 4 കരങ്ങൾ. എന്താ തിരുമേനി ഇപ്പോൾ പറയുന്നത്? 2 കൈകളെ മഹാവിഷ്ണുവിനേ ഉള്ളൂ, പിന്നെ 2 ഗുണം അഡീഷണലായിട്ട് ഫിറ്റ് ചെയ്തതാണ്. എന്ത്?
അംഗം അത് തന്ത്രസമുച്ചയം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അംഗം ഉപാംഗം, അംഗം ഉപാംഗം. മനസ്സിലായല്ലോ? വീട്ടിൽ ഇലക്ട്രിസിറ്റി ഉണ്ട്, ഉപാംഗമായിട്ട് ഒരു ജനറേറ്ററും ഉണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ചതുർഗുണോഷ്ഠബാഹു. അപ്പോൾ ഗുരുവായൂരപ്പൻ അറിയാമല്ലോ, അറിയാം. മഹാവിഷ്ണുവിന് അറിയാമല്ലോ, അറിയാം. ശംഖം ചക്ര ഗദാ പങ്കജം, 4 ആയുധങ്ങൾ. ജസ്റ്റ് നമുക്ക് വിശദമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിന് മുന്നേ ഉള്ള വീഡിയോകൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഏതായാലും ശരി, നമുക്ക് ഇപ്പം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. കയ്യിൽ ഒരു ശംഖുണ്ട്, ഒരു ഗദയുണ്ട്. ഗദ ഇത്രയേ ഉള്ളൂ. നീ തമോ ഗുണത്തിൽ ജോലിക്ക് പോകില്ല, ചെയ്യില്ല, വരില്ല, കിടക്കില്ല, നിൽക്കില്ല. ഈ ഇല്ല 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 എന്ന് എവിടെ പറയുന്നോ? എനിക്ക് കിടന്നുറങ്ങാനാണ് താല്പര്യം, എനിക്ക് ആലസ്യമാണ്, ഒന്നും വയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാവിഷ്ണു ഈ ഗദയുണ്ട് നമ്മളെ ബുദ്ധിയെ, ബോധത്തെ അടിച്ചൊട്ടക്കും. എന്നിട്ട് സദ്ഗുണങ്ങളെ വികസിപ്പിക്കും. ഇതാണ് ഗദ. അങ്ങനെ നമ്മളെ ബുദ്ധിയെ, ബോധത്തെ ധിയോന്ന പ്രചോദയാൽ ബുദ്ധിയെ പ്രചോദനം നൽകാനാണ് മഹാവിഷ്ണുവിൻ്റെ കയ്യിലുള്ളൊരു ഗദ. ഓക്കെ, ഡൺ. അപ്പോൾ നമ്മൾ ജീവിതത്തിൻ്റെ വിജയ കാഹളം, അതാണ് ശംഖ്. അപ്പോൾ ഗദ, ശംഖ്, പിന്നെയോ ചക്രം. അപ്പോൾ എന്താണ് മഹാവിഷ്ണുവിൻ്റെ കീഴിലുള്ള ചക്രത്തിൻ്റെ പേര്? സുദർശനം. സുദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണ്ട കൊല്ലാൻ ഉപയോഗിക്കുന്ന അതല്ല ഇവിടെ. സുദർശനം, സദ്ദർശനം, എല്ലാത്തിലും ഒരു നന്മ കാണാനുള്ള ആറ്റിറ്റ്യൂഡ് ഭഗവാൻ തരും. ശരണമയ്യ. അപ്പം നമുക്ക് മഹാവിഷ്ണുവിൻ്റെ പുറകെ പോവാം, മഹാവിഷ്ണുവിനെ ഉപാസന ചെയ്യാം. എന്താണ്? ദിവ്യം ദദാമി തേ ചക്ഷു പശ്യമേ യോഗമൈശ്വര്യം. ഭഗവത്ഗീതയിൽ നമ്മൾ പഠിച്ചില്ലേ? അർജുനന് കൊടുത്ത എന്താണ്? ദിവ്യം ദദാമി തേ ചക്ഷു പശ്യമേ യോഗ മൈശ്വര്യം. ഐശ്വര്യത്തെ കാണാനുള്ള, എൻ്റെ ഐശ്വര്യത്തെ കാണാനുള്ള, നന്മ കാണാനുള്ള ഒരു കണ്ണ് തരും. ഭഗവാനെ എനിക്കത് തരൂ. ഭഗവാൻ എനിക്കത് ജനിച്ചപ്പോൾ തന്നെ തന്നതുകൊണ്ടാണ് ഭഗവാന്റെ ഐശ്വര്യം എനിക്ക് കാണാനും നിങ്ങളോട് ഭഗവാന്റെ പ്രേമസ്വരൂപത്തിൻ്റെ, പ്രേമത്തിൻ്റെ അനന്താനന്ദമായ ബോധസ്വരൂപം കാണാനും കേട്ടറിയാനും അനുഭവിക്കാനും അനുഭവിച്ചത് നിങ്ങളോട് ഷെയർ ചെയ്യാനും സാധിച്ചത്. ഇതാണ് സുദർശനം, സദ്ദർശനം. എന്താ തിരുമേനി ഇതുകൊണ്ട് ഗുണം ഇത്രയേ ഉള്ളൂ. എൻ്റെ ഭാര്യ ലോകത്തിലെ വിശ്വസുന്ദരിയാണെന്ന് എൻ്റെ മനസ്സിന് ഒരു ഭ്രമം ഉണ്ടാകും. ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി എൻ്റെ അമ്മയാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ആ സുന്ദരിയുടെ മകനാണ് ഈ സുന്ദരൻ എന്ന് തിരിച്ചറിയും. ലോകത്തിലെ ഏറ്റവും നല്ല ചൈതന്യം മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനും ശ്രീമദ് ഭഗവത്ഗീത ആചാര്യനുമായ ശംഭുവാദ്യാരാണ് എൻ്റെ അച്ഛൻ എന്നെനിക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ എൻ്റെ മകള് അവളാണ് ഏറ്റവും സുന്ദരി. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും കർമ്മം കൊണ്ടും അവളിലെ സൗന്ദര്യം എനിക്ക് കാണാൻ സാധിക്കും. പിന്നെ എൻ്റെ മകനാണ് വിശ്വസുന്ദരനെന്ന് എനിക്ക് തിരിച്ചറിയാൻ സാധിക്കും. പിന്നെ നിങ്ങൾ ഓരോ വ്യക്തികളിലുള്ള സൗന്ദര്യം കാണാനും ആസ്വദിക്കാനും സുന്ദരന്മാരുമായി എനിക്ക് അസോസിയേറ്റ് ചെയ്യാനും സാധിക്കും. ഇതാണ് മഹാവിഷ്ണുവിൻ്റെ കയ്യിലുള്ള എന്ത്? സുദർശനം. അപ്പോഴോ കയ്യിലൊരു താമരപ്പൂവുണ്ടാവും. ഈ താമരപ്പൂവിനകത്ത് എന്താണുള്ളത്? തേൻ. അപ്പോൾ നമ്മുടെ ജീവിതം എന്തായി മാറും? മധുവസൂയതേ ഇതി മധുസൂദന. മധുസൂദനായ ഗുരുവായൂരപ്പൻ എന്താണ്? മധുവസൂദ്യതേ ഇതി മധുസൂദന. വാചാ വദാമി മധുമദ്ഭുയാസം മധു സദൃശം. തേൻകുടമായി മാറ്റാം, തേൻകുടമായി മാറും. ഇതാണ് നിവേശിതം തത് ഗുണരാഗി. ഇതാണ് ഭഗവാന്റെ ഗുണം. ഇനി ഗുരുവായൂരപ്പനെ കാണുമ്പോൾ, ഗുരുവായൂരപ്പൻ്റെ ചിത്രം കാണുമ്പോൾ ഇത് മനസ്സിലങ്ങടെ ഓർത്തു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ ഗുണം എന്താണെന്ന് മനസ്സിലാവും. ശരണമയ്യപ്പ. ഇത് പറയുമ്പോഴാണ് എനിക്ക് ശ്രീമദ് ഭഗവത്ഗീത എന്ന ധർമ്മശാസ്ത്രം, ശ്രീശങ്കര ഭഗവത്പാദരുടെ ഭാഷ്യം, എൻ്റെ ഗുരുവായ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ എന്നെ പഠിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ ഗുരുവായ സ്വാമി ചിന്മയാനന്ദ മഹാരാജ്, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം പറയും, ഈ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു ഭഗവാന്റെ ഗുണം. ഇവിടെയാണ് ഭഗവാന്റെ ഗുണം. നമേ പാർത്ഥാർത്ഥ കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനാവാപ്തം അവാപ്തവ്യം.
വർത്തയേവ ഹി കർമ്മണ. എനിക്കിനി നേടാനായിട്ട് എന്താണുള്ളത്? ഞാൻ നേടാത്തതായിട്ട് എന്താണുള്ളത്? ഞാൻ നേടിയതായിട്ടേ ഉള്ളൂ. എന്നിട്ടും ഞാനിതാ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇൻസ്പിരേറ്റഡ് പേഴ്സൺ. കൃഷ്ണൻ്റെ ഈ ഗുണമാണ് നാം ജീവിതത്തിൽ സ്വായത്തമാക്കേണ്ടത്. കൃഷ്ണൻ്റെ ഈ ഗുണമാണ് നമ്മൾ. എന്നിട്ടും കൃഷ്ണൻ പറയുന്നു 124 വർഷം പുള്ളിക്കാരൻ കർമ്മം ചെയ്ത് കാണിച്ചു തന്നു നമുക്ക്. എന്ത് കർമ്മമാണ് ചെയ്തത്? കർമ്മണ്യേവ ഹി സംസിദ്ധ മസ്ഥിത ജനകായജ ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി. എങ്ങനെയാണോ ജനക മഹാരാജാവ് ഭരിച്ചുകൊണ്ട് അദ്വൈതാമൃത വർഷിണിയായി കർമ്മം ചെയ്യുന്നത്, ഇതുപോലെ 124 വർഷം ഞാനാടിയ കർമ്മം, ഇതുപോലെ നിങ്ങളും കർമ്മനിരതനാകൂ. ഇതാണ് തദ്ഗുണരാഗി. ഇതാണ് ഇങ്ങനെ വരച്ചോണ്ടിരിക്കേണ്ടത് കൃഷ്ണന് ഇത് ചെയ്തതുപോലെ നമ്മൾ കർമ്മം ചെയ്യണം. അപ്പോഴോ കൃഷ്ണപദാരവിന്ദയോ സകൃന്മന. എന്താണ് സകൃന്മന? സമ്പൂർണമായ മനസ്സ്. ഓം പൂർണ്ണമത പൂർണ്ണമിത പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ. നമ്മുടെ മനസ്സിനെ സമ്പൂർണ്ണമാക്കാനാണ് കൃഷ്ണാവതാരം. ഇതുകൊണ്ടാണ് പൂർണ്ണാവതാരം എന്ന് പറഞ്ഞത്. എന്ത് രസമാണ് ഇല്ലേ? എന്ത് ബ്യൂട്ടിഫുള്ളാണ് അല്ലേ? അപ്പോൾ ഈ സമ്പൂർണ്ണ മനസ്സ് അതോ തസ്മാത് സർവേഷു കാലേഷു മാ മനുസ്മരയുധ്യജ. ശ്രദ്ധിക്കണം, മയ്യർപ്പിത മനോബുദ്ധി. ഇവിടെ മനസ്സും ബുദ്ധിയും. ഇതാണ് സകൃന്മന. മയ്യർപ്പിത മനോബുദ്ധി. അടുത്ത വരി ഞാൻ പറഞ്ഞുതരാം. മാമേ ഭവിഷ്യസ്യ സംശയാഹ. ഭഗവാനിൽ ലയിച്ചു തരാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ ഇതിനെ കൂടുതൽ എന്താ വേണ്ടി? കൃഷ്ണപദാരവിന്ദയോർ നിവേശിതം തദ്ഗുണ രാഗിയൈഹിതി. കൃഷ്ണപദാരവിന്ദയോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ 2 മാർഗമുണ്ട്. എന്ത്? ഒന്ന് ശ്രേയസ്സും, മറ്റേത് പ്രേയസ്സും. ശ്രേയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടിക്കൊരു മിഠായി കൊടുക്കുന്നതാണ് ശ്രേയസ്. പ്രേയസോ 1 കിലോ കൊടുത്ത് കുഞ്ഞ് അവസാനം ചത്തുപോകും. ഇത് തന്നെ. അപ്പോൾ മനസ്സും ബുദ്ധിയും എങ്കിൽ ജീവിതം എന്തായി മാറി? ഭഗവാനിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ സ്വപ്ന സദൃശമായി മാറും. ഇതാണ് സ്വപ്ന സദൃശമായി മാറും. അപ്പോൾ മരണാനന്തരം സ്വർഗീയ ജീവിതം സെമിറ്റിക് മതങ്ങൾക്ക് മാത്രമാണ്. നമുക്കങ്ങനെയുള്ളൊരു ജീവിതം ഇല്ല. കാരണം അത് പൊട്ടത്തെറ്റാണ്, കാരണം അത് അന്ധവിശ്വാസമാണ്. അപ്പോഴോ സ്വർഗീയ ജീവിതം, ഇപ്പോൾ ഇവിടെ ഈ നിമിഷമുള്ള ജീവിതം സ്വർഗീയമാക്കാൻ കൃഷ്ണപദാരവിന്ദയോർ നിവേശിതം. കൃഷ്ണൻ്റെ പദാരവിന്ദം, അതാണ് ശ്രേയസ്സും പ്രേയസ്സും മനസ്സും ബുദ്ധിയും. ഇവിടെ ശ്രദ്ധിക്കൂ. ഇനി ഗുരുവായൂരപ്പനെ കണ്ടു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കണം. അപ്പോൾ ഇടത് കാലിങ്ങനെ വെച്ചിട്ടുണ്ടാവും, വലത് കാല് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഉണ്ടാവും. ഇടത് കാലിങ്ങനെ, വലത് കാലിങ്ങനെ. കൃഷ്ണൻ മറ്റു ദേവന്മാരെ പോലെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ടില്ല തിരുമേനി. പിന്നെ എങ്ങനെ ഇടത് കാലിങ്ങനെ വെക്കും? ഇതെന്താ ഡാൻസ് പഠിയോ? കുച്ചിപ്പടിയൊന്നും നടത്തുമല്ല ഇന്ന്. ഇതാണ് മനസ്സ്. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ജീവിതം. വൈകാരികമായി പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതാണ് ഇടത് കാല്. ഈ മനസ്സിനെ സങ്കല്പ വികൽപാത്മഹ മനഃ, ഈ മനസ്സിൻ്റെ മുകളിൽ ആധിപത്യം റേപ്പ് ചെയ്യുക എന്ന് പറയും ഇംഗ്ലീഷിൽ. എന്താണ് അർത്ഥം എന്ന് യൂട്യൂബുകാരോട് ചോദിച്ചാൽ മതി. അതിനെ ബലാത്സംഗം ചെയ്ത് മനസ്സിനെ ബുദ്ധി അടക്കി ഭരിക്കുന്നു വലതുകാല്. അപ്പോൾ ധിയോയോ നഃ പ്രചോദയാൽ. അപ്പോൾ ബുദ്ധിമതാമസ്മി തേജസ്സിനാമഹം. എല്ലാ ബുദ്ധിയുടെയും മുകളിലുള്ള ബുദ്ധി കൃഷ്ണനായി മാറും. അപ്പോൾ ഒരു സമസ്ത മേഖലകളിലും കൃഷ്ണാധിപത്യം നമ്മുടെ ജീവിതത്തിൽ. മനസ്സിൻ്റെ മുകളിൽ ബുദ്ധി വരും. ഇതാണ് എന്ത്? സകൃന്മയ കൃഷ്ണ പദാരവിന്ദയോർ ഇല്ലേ? അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാലോ
പാശഭൃതശ്ച തദ്ഭടാൻ. ചില ഭടന്മാർ വരും ചില പാശവുമായിട്ട് നമ്മളെ കെട്ടാനായിക്കൊണ്ട്. അതെന്താണ്? രോഗപീഡാപാശം, രോഗപീഡാപാശം, പിന്നെ കുടുംബപാശം, പിന്നെ ദുഃഖപാശം, പിന്നെ ദുരിതപാശം, പിന്നെ ഭാര്യാപാശം, പിന്നെ ഭർത്തൃപാശം. ഇത്രയും ജോലിപാശം, ശരീരം പോലും പാശമായിട്ട് നമ്മളെ ബന്ധിക്കുകയാണത്. ഇത്രയും ബന്ധത്തിൽ നിന്നും ശ്രദ്ധിക്കണം, കർമ്മബന്ധ വിമുച്യതേ, ഇതിൽ നിന്നും പുറത്ത് കടക്കാനാണ് ഭഗവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, എല്ലാ ബന്ധത്തിൽ നിന്നും പുറത്ത് കടക്കുന്നു. ഇത് വേദാന്തദിണ്ടിമോഹ, ഇതാണ് വേദത്തിൻ്റെ പെരുമ്പറഘോഷം. ഈ വേദത്തിൻ്റെ പെരുമ്പറഘോഷമായ ബന്ധനങ്ങളിൽ നിന്നും പുറത്ത് കടക്കണം. അപ്പോഴാണ് ഇവിടെ സകൃന്മന കൃഷ്ണ പദാരവിന്ദയൂർ, കൃഷ്ണൻ്റെ പാദങ്ങൾ ഭജിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരായി മാറും? ദാമോദര ഭജനം. എന്ത്? ദാമോദര ഭജനം. അപ്പുറത്തെ വീട്ടിലെ രാമൻ നായരുടെ ചേട്ടൻ ദാമോദരനാണോ? അല്ല. പിന്നെ ദാമം കൊണ്ടമ്മ കെട്ടിയിട്ടു ദാമോദരനെ പുണർന്നിടുന്നു. ദാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാശം, പാശം എന്ന് വെച്ചാൽ കയറ് കൊണ്ട് കെട്ടിയിടാൻ നോക്കി. പക്ഷെ ഈ കയറല്ല, ഇത് നെഗറ്റീവാണ്, മറ്റേത് പോസിറ്റീവാണ്. എന്ത്? പരമപ്രേമമാകുന്ന കയറുകൊണ്ട് യശോദാമാതാവ് കൃഷ്ണനെ കെട്ടിയിട്ടതുപോലെ നമ്മുടെ മുന്നിലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്കും പരമപ്രേമമാകുന്ന പാശം കൊണ്ട് കൃഷ്ണനെ നമ്മുടെ ഹൃദയഗുഹാക്ഷേത്രത്തിൽ എന്തു ചെയ്യാം? കെട്ടിയിടാ. നതേ യമം, യമൻ, നതേ യമം. ആ യമൻ, അപ്പം മരണഭയത്തെ അതിജീവിക്കാം. എങ്ങനെ? സകൃന്മന കൃഷ്ണപദാരവിന്ദയൂർ. മരണഭയത്തെ അതിജീവിക്കാൻ നിങ്ങളെ പ്രാപ്തമാക്കാൻ ഞാൻ എന്ന് കൃഷ്ണൻ പറയുകയാണ്. മരണഭയത്തെ അതിജീവിക്കാൻ പ്രാപ്തമാക്കുകയാണ്. അജാമിള മോക്ഷത്തിലൂടെ. കഥയൊക്കെ നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. യമകിങ്കരന്മാർ ഒന്ന് മരണഭയത്തിൽ പെട്ടക്കുമ്പോഴാണ് കഥ നിങ്ങൾക്കറിയാലോ. എന്ത്? അജാമിളൻ പറയുന്നത് എന്ത്? നാരായണ, പുള്ളിക്കാരൻ ആള് വേദങ്ങളും ഉപനിഷത്തുകളും ഭഗവത്ഗീതയും ഒക്കെ പഠിച്ചില്ല, മഹാജ്ഞാനിയ. ഒരു ദിവസം വനത്തിൽ പോയി. എന്തിന്? ചുള്ളിക്കൊമ്പ് പറിക്കാൻ വേണ്ടിയിട്ട്. ഭാര്യയും മക്കളും ഉള്ള ആളാ. എന്നിട്ട് ചുള്ളിക്കൊമ്പ് ഒട്ടിക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു ചേച്ചി നല്ലോണം ചാരായം അടിച്ച്, വേറൊരു ചേട്ടൻ ഇത്തിരി മാംസവും തിന്ന് ചാരായം അടിച്ച് അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് നോക്കി നിന്നു. ആര്? ഈ ബ്രാഹ്മണൻ. ബ്രാഹ്മണൻ കേട്ടാലും കുമ്പളങ്ങ കേട്ട് കഴിഞ്ഞാലും ബ്ലും പോയി വട്ടപൂജ്യയായി. ഇത് മുഴുവൻ കണ്ട് തഥൈവച അന്ധേനൈവ യഥാന്ത, അന്ധം കാണിച്ചു തരുന്ന വഴിയിലൂടെ തന്നെ ആ മറ്റേ കള്ളൂടിയൻ പോയ സമയത്ത് ആ ചേച്ചിയെ പരിചയപ്പെട്ടു. പിന്നെ അവിടെ തന്നെ നിന്നു. ആ മറ്റേവനെ പോലെ കള്ളൂടിയൻ, പെണ്ണുപിടിയൻ, പെരുങ്കള്ളൻ, ചതി, വഞ്ച, സർവവൃത്തികേടുകളുമായി ആ മാജിക്കിൽ മോഹത്തിൽ മുങ്ങിക്കുളിക്കുന്നവൻ എന്നുള്ളതാണ് അജാമിളൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ. അതിൽ മുങ്ങിക്കുളിച്ചു. 10 പിള്ളേരുണ്ടായി. 9ാമത്തെ കൊച്ചുണ്ടായപ്പോൾ ഇദ്ദേഹം കക്കാൻ വേണ്ടി അടുത്ത ഗ്രാമത്തിൽ പോയപ്പോൾ അവിടെ ഒരു സ്വാമി വന്നു കഴിഞ്ഞപ്പോൾ നാട്ടുകാരൊക്കെ കൂടി സ്വാമിനെ കളിയാക്കിയിട്ട് പറഞ്ഞു, ആ അജാമിളൻ്റെ വീട്ടിൽ പോയാൽ നിങ്ങൾക്ക് നല്ലോണം ഗംഗാതീർത്ഥം കിട്ടും കുടിക്കാമെന്ന് പറഞ്ഞു. ഗംഗാതീർത്ഥം കിട്ടും എന്ന് പറഞ്ഞത് കളിയാക്കിയിട്ടാണ്. അവിടെ ചെന്നപ്പോൾ അവർ കിട്ടുകിട്ട പറിച്ചു. ഇവിടെ ഗംഗാതീർത്ഥമുള്ള, ഇവിടെ ചാരായ ഉള്ളത് പറഞ്ഞു. ചാരായൊന്നുമില്ല, എന്നാൽ ദേശം പാല് താന്ന് പറഞ്ഞു. പാല് തന്നു. അപ്പോൾ തിരുമേനി എന്ന് പറഞ്ഞാൽ സ്വാമിജിയെ അനുഗ്രഹം മേടിക്കാനായിക്കൂടെ കുഞ്ഞിനെ കാണിച്ചപ്പോൾ ആ കുഞ്ഞിന് 10ാമത്തെ കുഞ്ഞിന് ഒരു പേരിട്ട് കൊടുത്തു. എന്ത്? നാരായണൻ എന്ന്. ഈ കുഞ്ഞിനോട് ഈ അജാമിളന് വല്ലാത്തൊരു പ്രേമവും വല്ലാത്തൊരു ആത്മബന്ധവും ഉണ്ടായി. ശ്രദ്ധിക്കണം, ലോകത്തുള്ള സർവ്വ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ടോയ്സുകളും ഈ കുഞ്ഞിന് മേടിച്ചുകൊണ്ട് കൊടുക്കും. ഈ കുഞ്ഞിന് ടോയ്സിനോടുള്ള കളി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആ ജീവിതത്തിൻ്റെ സായം സന്ധ്യ
അപകടകരമായ സായം സന്ധ്യ. ഈ സായം സന്ധ്യ എങ്ങനെ ഫ്രൂട്ട്ഫുള്ളും യൂസ്ഫുള്ളുമാക്കാം. അതുകൊണ്ടാണ് ഓൾഡ് ഏജ് ഗോൾഡ് ഏജ് ആക്കണമെന്ന് സ്വാമി ഉദിത് ചൈതന്യജി ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഓൾഡ് ഏജ് ഗോൾഡ് ഏജ് ആക്കാൻ ജീവിതത്തിൻ്റെ സായം സന്ധ്യയിൽ വാർദ്ധക്യത്തിൽ ഒരു വാക്യം സ്റ്റിക്കായി ഈ ഭാഗവതത്തെയും ഈ ബ്രഹ്മസൂത്രത്തെയും ഈ വേദങ്ങളും ഭഗവത്ഗീതയും നമുക്ക് ഫ്രൂട്ട്ഫുള്ളാക്കി ഉപയോഗിക്കാം. അങ്ങനെ ജീവിതത്തിൻ്റെ സായം സന്ധ്യയിൽ മരണസമയത്ത് ആ യമകിങ്കരന്മാർ വന്ന് ഇദ്ദേഹത്തെ പിടിച്ച് വലിക്കാൻ തുടങ്ങിയപ്പോൾ ആ ടോയ്സ് എടുത്ത് കളിക്കുന്ന കുഞ്ഞിനെയാണ് ഇദ്ദേഹം വിളിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. മോനേ മോനേ യഥാ നാരായണായേതി ജഗാദ ചതുരക്ഷരം. ശ്രീമദ് ഭാഗവതത്തിൽ വേദവ്യാസ ഭഗവാൻ വരച്ചിരിക്കുന്നൊരു ചിത്രമാണിത്. യഥാ നാരായണായേതി അങ്ങനെ നീട്ടി വിളിച്ചു. ശ്രദ്ധിക്കണം, വെറുതെ ഒരു വിളിയല്ല. നാരായണായേതി ഇത്രയേ അർത്ഥമുള്ളൂ. ഹേ നാരായണ വരിക വരിക, വരൂ 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 എന്ന്. നാരായണ എന്നുള്ളതല്ല, അത് ഏതെങ്കിലും ആചാര്യന്മാരെ കഥയൊക്കെ പറഞ്ഞ് നിങ്ങളെ പൊട്ട തെറ്റാണ്. ഭാഗവതം എടുത്ത് നോക്കിക്കോളൂ. യഥാ നാരായണ യേതി, കടന്നു വരൂ വരൂ വരൂ, എന്നെ രക്ഷിക്കാൻ വരൂ. ഏതായാലും ഹിന്ദുക്കളെയൊക്കെ മഹാഭാഗ്യവന്മാരാണ്. കാരണം നമ്മുടെ പേര് തന്നെ നോക്കൂ. എന്താണ്? എല്ലാ ഹിന്ദുക്കളുടെയും പേര് ദേവീദേവന്മാരുടെ പേരായിരിക്കും. ഒരു വ്യക്തിക്കും ഇന്നേ വരെ യേശു ക്രിസ്തു എന്ന് പേരിട്ടതായിട്ട് ഞാൻ അറിയില്ല. പിന്നെ യേശുദാസ് ഉണ്ട്. പിന്നെ മുസ്ലിങ്ങൾക്ക് ഒരാൾക്കും ഇന്നേ വരെ അള്ളാഹ് എന്ന് പേരിട്ടതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. പിന്നെ ഹിന്ദുക്കൾക്കെല്ലാം ദേവീദേവന്മാരുടെ പേര് തന്നെയാണ്. പിന്നെ തമാശ പറയുന്നതാണ്, ഞാൻ പറഞ്ഞു എന്നൊന്നും ആരോടും പറയരുത്. ആനകൾക്കൊക്കെ ഹിന്ദു ദേവീദേവന്മാരുടെ പേരിടും. പിന്നെ പട്ടികൾക്കൊക്കെ ഞാൻ പറഞ്ഞു എന്ന് ആരോടും പറയരുത് കേട്ടോ, ക്രിസ്ത്യാനികളുടെ പേരിടും. ക്രിസ്തു ശരണമയ്യപ്പ. ഏതായാലും ശരി, സെൻസ് ഓഫ് ഹ്യൂമറിൽ ജീവിതത്തെ കണ്ടു കഴിഞ്ഞാൽ, ഭാര്യ പറയുന്നതൊക്കെ സെൻസ് ഓഫ് ഹ്യൂമറിൽ കണ്ടു കഴിഞ്ഞാൽ എല്ലാത്തിനും ഓക്കെ. ചേട്ടാ അത് മേടിക്കണം, ചുരിദാർ മേടിക്കണം, അത് മേടിക്കണം, ഇത് സാരി മേടിക്കണം, ചൈന ഇതുവരെയൊക്കെ യെസ് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം ഹാപ്പിയായി. ഭർത്താവ് പറയുന്നതൊക്കെ ഭാര്യ എസ് അടിക്കുക, ഭാര്യ പറയുന്നതൊക്കെ എസ് അടിക്കുക. കുടുംബ കലഹമില്ലാത്ത ജീവിതത്തിന് ഡോക്ടർ മണികണ്ഠൻ ശംഭുവാദ്ധ്യാർ കണ്ടുപിടിച്ച ഒരു പ്രാക്ടിക്കൽ വിഷ്ടമാണ്. 9 വർഷമായി ഞാനിത് എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. എങ്ങനെ കുടുംബ ബന്ധം സന്തോഷമായി കൊണ്ടുവരാം. ഭാര്യ പറയുന്നതിനൊക്കെ എന്ത് ചെയ്യണം? എസ് അടിക്കണം. ഭർത്താവ് പറയുന്നതിനൊക്കെ എന്ത് വേണം? എസ് അടിക്കണം. വാങ്ങിക്കാൻ പറഞ്ഞു കഴിഞ്ഞാലോ ഇൻസഫിഷ്യൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞു കൊടുക്കണം. ഏതായാലും ശരി, ഔഷധം ഗാന്ധവീതോയം. ശ്രദ്ധിക്കൂ, അവിടെ നോട്ട് ചെയ്തോളൂ. ഔഷധം ഗാന്ധവീതോയം വൈദ്യോ നാരായണോ ഹരി. ഇവിടെയാണ് ഭാഗവതത്തിൻ്റെ പ്രസക്തി. ഔഷധം ഗാന്ധവീതോയം. ഗാന്ധവീതോയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാരായണ നാമ സമുദ്രം. ഇതാണ് ഔഷധീതോയം. വൈദ്യോ നാരായണോ ഹരി. വൈദ്യനാരാണ്? നാരായണനാണ്. അദ്ദേഹം ആരാണ്? ഹരിയാണ്. ഹരി എന്ന് പറഞ്ഞാൽ എന്താണ്? ദുഃഖത്തെ അരിഞ്ഞു വീഴ്ത്തുന്നവൻ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഔഷധം നമുക്കൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. അപ്പോൾ നാരായണായേതി, ഈ നാരായണ എന്ന് നീട്ടി വിളിച്ചു കഴിഞ്ഞപ്പോൾ കഥയൊക്കെ നിങ്ങൾക്കറിയാം, ഞാൻ പറയണില്ല. മഹാവിഷ്ണു ഉടൻ തന്നെ വിഷ്ണുപാർഷദന്മാരെ അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു, എത്രയും പെട്ടെന്ന് അജാമിളനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ വിഷ്ണുപാർഷദന്മാർ അവിടെ വന്നു. വിഷ്ണുപാർഷദന്മാരും യമകിങ്കരന്മാരും തമ്മിലുള്ള ഡിസ്കഷനൊക്കെ സമയം കിട്ടുമ്പോൾ ഭാഗവതം ഗുരുവായൂരപ്പനെ തൊഴുത് കഴിഞ്ഞ ഉടനെ തന്നെ ആ ഗുരുവായൂരപ്പ ചൈതന്യം ഹൃദയത്തിൽ ആവാഹിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അവിടെ ബുക്ക് സ്റ്റാളിൽ പോവും. പണ്ഡിറ്റ് ഗോപാലൻ നായരുടെ 8 വോളിയം 1500 രൂപയ്ക്ക് കിട്ടും. അത് മേടിക്കണം, പഠിക്കണം. അതിനകത്ത് വിശദമായിട്ട് ഇവർ തമ്മിലുള്ള കോൺവെർസേഷനൊക്കെ നല്ല മനോഹരമായി വേദവ്യാസ ഭഗവാൻ ചിത്രീകരിച്ചിട്ടുണ്ട്. ഏതായാലും ശരി, ആ 8ാമത്തെ സ്കന്ധത്തിൽ 2ാമത്തെ അധ്യായത്തിൽ 18ാമത്തെ ശ്ലോകം നോക്കണം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ശ്ലോകമുണ്ട്. ശരണമയ്യപ്പ. അജ്ഞാന ദദദാ
അജ്ഞാന ദധവാജ്ഞാന ദുത്തമ ശ്ലോകനാമയത് സങ്കീർത്തിതമഖം പുംസോ ദഹോ ധേധോ യഥാനല. അജ്ഞാനത്താലോ അഥവാ ജ്ഞാനത്താലോ അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ നാരായണനാമം ചൊല്ലിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് റിസൾട്ട് ഉണ്ടാകും. അജ്ഞാനത്താലോ ജ്ഞാനത്താലോ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നാരായണനാമം ജപിച്ചു കഴിഞ്ഞാലോ എന്താണ്? ഔഷധം ഗാന്ധവീതോയം, അത് മരുന്നായിട്ട് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കും. ആര്? വൈദ്യോ നാരായണോ. വൈദ്യനാരാണ്? നാരായണനായിട്ടുള്ള ഹരിയാണ്. ഇതാണ്. അപ്പോൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഉണ്ടോ? ഏതായാലും ഇപ്പം മകനെയാണ് വിളിച്ചത്, ഭഗവാനെന്നല്ല. പക്ഷേ ഭഗവാനാണ് ഇവിടെ വന്നത്. ആ നാമത്തിൻ്റെ പ്രസക്തിയാണ്. മനസ്സിലായില്ല തിരുമേനി? ഐ ലവ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നാമമാണ്. റിസൾട്ട് മനസ്സിലായാലോ? ആ. എനിക്ക് അങ്ങേ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മനസ്സിലായാലോ? ആ. പുറത്ത് കിടക്കൂ എന്ന് പറഞ്ഞു, മനസ്സിലായില്ല. ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു, ആ അത് മനസ്സിലായി. നെഗറ്റീവ് പറഞ്ഞു, അപ്പോൾ മനസ്സിലായി. അപ്പോൾ ഇതാണ് നാമം. അപ്പോൾ അജ്ഞാന അഥവാ ജ്ഞാന ദുത്തമ ശ്ലോകനാമയത്. അപ്പോൾ ഒരു നാമല്ല, നാമ ജപ സമുദ്രം, സങ്കീർത്തിത, സങ്കീർത്തനമാണ്. പുംസു ദദു യഥോ അനില. എന്താണ്? എങ്ങനെയാണോ അഗ്നി വിറകിനെ കത്തിച്ച് ചാമ്പലാക്കുന്നത്, ഇതുപോലെ നമ്മുടെ എല്ലാ രോഗത്തിൻ്റെയും മനോരോഗത്തിൻ്റെയും ശരീരരോഗത്തിനെയും മുഴുവൻ ഭസ്മമാക്കുന്നതാണ് നാമം. മനസ്സിലായില്ല? എപ്പടിയാണോ പാരസെറ്റമോള് നമ്മുടെ പല്ലുവേദന ആയാലും കാലുവേദന ആയാലും തലവേദന ആയാലും മാറ്റുന്നത്, അപ്പടി. മനസ്സിലായില്ല? അറിഞ്ഞുകൊണ്ടായാലും അറിയാതെ ആയാലും ലൈംഗമ്പി തൊട്ട ഷോക്കടിക്കും. എപ്പടിയാണോ നിയമം അറിയെങ്കിലും അറിയില്ല എങ്കിലും ഭാരതീയ ന്യായ സംഹിത വിധിക്കുന്നത്, അതുപോലെ അറിഞ്ഞുകൊണ്ടും അറിയാതെയായാലും നാമം ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വല്ലാത്ത ഇമ്പാക്റ്റ് നമ്മുടെ ജീവിതത്തിലുണ്ടാവും. ജസ്റ്റ് അറിഞ്ഞുകൊണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ നാമം ജപിക്കുമ്പോൾ ആ ചിത്തമാകുന്ന ഊർജം, ചിന്തകളാകുന്ന ഊർജം, ബുദ്ധിയിൽ കമാൻഡ് ചെയ്യുന്ന ഊർജം, നാമം ജപിക്കാൻ ഇത്രയും ബ്രെയിനിൽ ഈ ഊർജം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ബ്രെയിനിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഊർജം നാമമായിട്ട് നാക്കിലേക്ക് വരുമ്പോൾ ആ ഊർജം സൗണ്ട് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സൗണ്ട് എനർജിയുടെ കൂട്ടത്തിൽ വൈബ്രേഷൻ എനർജി വരുന്നുണ്ട്. വൈബ്രേഷൻ എനർജി ആ എവിടെയാണോ വേദന അവിടത്തേക്ക് മെസ്സേജുകൾ അയക്കുകയും അവിടെയുള്ള കോശങ്ങൾക്ക് പ്രതിപ്രവർത്തനം നടത്തുകയും. പിടുത്തം കിട്ടിയല്ലോ? പിടുത്തം കിട്ടി. അങ്ങനെ ടെമ്പർ ലോഗ് എന്ന് പറയുന്ന ബ്രെയിനിലെ ഏരിയനെ ഉത്തേജിപ്പിച്ചു കഴിഞ്ഞാൽ അൽസിമേഷ്യ പോലും വരില്ല. എന്താണ് ഗ്രേ മാറ്റർ? നമ്മുടെ ബ്രെയിനിലെ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നതാണ് എന്ത്? ഗ്രേ മാറ്റർ. ഈ ഗ്രേ മാറ്റർ ബൂസ്റ്റിംഗ് ആണ് നാമം. ഗ്രേ മാറ്റർ ബൂസ്റ്റിംഗ് ആണ്, ബ്രെയിൻ എക്സർസൈസ് ആണ് എന്ത്? ഈ നാരായണനാമം. ഇതറിയില്ലെങ്കിലും ചൊല്ലിയാൽ മതി, അതിന് റിസൾട്ട് കിട്ടും. അപ്പോൾ ഉത്തമ ശ്ലോക നാമ സങ്കീർത്തനം ഇങ്ങനെ ഇദ്ദേഹം ചെയ്ത് അവർ തമ്മിലുള്ള കോൺവെർസേഷന് ശേഷം ബാക്കിയുള്ള ഇതൊക്കെ ഭാഗവതം എടുത്ത കഥ ഇതൊക്കെ പഠിച്ചോ. ഏതായാലും ശരി, ഇവിടുന്ന് അദ്ദേഹത്തിന് മോക്ഷം കിട്ടി എന്നുള്ളതാണ് ഭാഗവത ആചാര്യന്മാർ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാവർ. പക്ഷേ അത് അജാമിള മോക്ഷത്തിനകത്തോട്ട് ഇവിടെ അവസാനിക്കുന്നില്ല. ഭാഗവതം എടുത്ത് നോക്കുന്നതാണെങ്കിൽ തുടർച്ചയായിട്ട് ഈ ഒരു നാമം ജപിച്ചു കഴിഞ്ഞാൽ മോക്ഷം കിട്ടുന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ എല്ലാവർക്കും കിട്ടണം. കാരണം
ഹൂ ഈസ് ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? KR നാരായണൻ. അത് പറഞ്ഞാൽക്കൊക്കെ മോക്ഷം കിട്ടണമല്ല. എല്ലാവർക്കും മോക്ഷം കിട്ടിയ പിന്നെ ഇവിടെ അടുത്ത തലമുറ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതെന്താണെന്നുള്ളതാണ് എൻ്റെ അന്വേഷണം. ഇത് കേട്ട് കഴിഞ്ഞാലൊന്നും അങ്ങനെ മൊത്തം കിട്ടുന്നില്ല, ഹോൾസെയിലായിട്ട് കിട്ടുന്നില്ല. പിന്നെ തുടർന്ന് നമ്മൾ പഠിക്കണം. ഈ അജാമിള മോക്ഷം കഥ, ഈ ഒരു നാരായണൻ ചൊല്ലി വിഷ്ണു പാർഷദന്മാർ ഒന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എന്നൊക്കെ പറയും. ഊണായി നമുക്ക് ഊണ് കഴിക്കാൻ പോവാ എന്ന് പറയും. സമയമായോ? എത്ര മിനിറ്റായി? സമയമായി. അതുകൊണ്ട് നമുക്ക് അപ്പോൾ നമുക്ക് തുടർന്ന് കേൾക്കണം. തുടർന്ന് വിഷ്ണു പാർഷദന്മാർ പോയി, ഈ യമഭടന്മാരും പോയതിനു ശേഷം ഇദ്ദേഹം നേരെ പോന്ന് ഗംഗയുടെ തീരത്തേക്കാണ് പോകുന്നത്. ഗംഗാദ്വാരമുപേയായ മുക്ത സർവാനുബന്ധന. ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാര്യയോടും മക്കളോടും മദ്യത്തോടും മദിരാക്ഷിയോടും മയക്കുമരുന്നിനോടും അതുപോലുള്ള എല്ലാത്തിനോടും മുക്ത സർവാനുബന്ധന, എല്ലാ ബന്ധങ്ങളും വിട്ടുകൊണ്ട് ഹരിദ്വാരിലോട്ട് പോയി എന്നുള്ളതാണ് ഭാഗവതം പറയുന്നത്. ഹരിദ്വാരം, ഹരി എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു, ദ്വാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരി, ഗോപുരം. മഹാവിഷ്ണുവിൻ്റെ അധീനതയിലുള്ള സ്ഥലത്തോട്ട് പോയിട്ട് അവിടെ ഗംഗയുടെ തീരത്ത് ഇദ്ദേഹം ഇരുന്നുകൊണ്ട് വേദവിധി പ്രകാരമുള്ള എല്ലാ കർമ്മങ്ങൾക്കും ഒപ്പം നാമം അങ്ങനെ ജപിച്ച് നാമജപങ്ങളിൽ അങ്ങനെ ലയിച്ച് ആ നാരായണ നാമത്തിൽ ലയിച്ച് വാൽമീകിയെപ്പോലെ ഇദ്ദേഹം ഇല്ലാതെയാകുന്ന അവസ്ഥയിൽ. കാരണം ശ്രദ്ധിക്കൂ, നാമ ജപ ലയ ലഹരിയിലങ്ങനെ നാരായണ 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 നാരായണ. എന്നെ ഇത് പഠിപ്പിച്ചത് എൻ്റെ അമ്മയാണ്. ഈ നാമത്തിൻ്റെ മഹാത്മ്യം എന്നെ ഭാഗവതം പഠിപ്പിച്ചത് എൻ്റെ അച്ഛനാണ്. അപ്പോൾ അച്ഛനും അമ്മയും കൂടി എനിക്ക് ജന്മം നൽകിയത് കൊണ്ടാണ്, ഈ സംസ്കൃതിയിൽ വന്നുകൊണ്ടാണ് ഇവിടെ ഗംഗാദ്വാരമുപേയായ മുക്ത സർവാനുബന്ധനം, എല്ലാ ബന്ധങ്ങളിൽ നിന്നും, നേരത്തെ പറഞ്ഞ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും പുറത്തു കടന്ന് ആ ഗംഗാതീരത്ത് അങ്ങനെ നാമജപലയത്തിലൂടെ എന്ത് സംഭവിച്ചു? നോട്ട് ദാറ്റ് പോയിന്റ്. യുയുജേ ഭഗവത് ധാംനി ബ്രഹ്മണ്യാനു ഭവാത്മനി. യുയുജേ ഭഗവത് ധാംനി ബ്രഹ്മണ്യാനു ഭവാത്മനി. അനുഭവാത്മനി എന്താണ്? അവനവൻ്റെ ആത്മസ്വരൂപമായ സച്ചിദാനന്ദ സ്വരൂപത്തിനോട് കണ്ട്, ആ ഗുരുവായൂരപ്പനെ കണ്ട് അത് അറിഞ്ഞ് യുയുജേ എന്ന് പറഞ്ഞാൽ യുജ്യതേ, ലയിച്ചു ചേർന്ന് ഭഗവത് ധാംനി, ഭഗവാന്റെ ധാമത്തിലോട്ട്, സ്വധാമത്തിലോട്ട്. ശ്രദ്ധിക്കണം, ഭഗവാൻ എവിടത്തേക്കാണ് ലയിച്ചു ചേർന്നത്? സ്വധാമത്തിലേക്ക്. ഈ സ്വധാമത്തിലോട്ട് സച്ചിദാനന്ദ സ്വരൂപമായ ആ ഗുരുവായൂരപ്പനായ ആ മഹാവിഷ്ണുവായ അനുഭാവാത്മനി, സച്ചിദാനന്ദ സ്വരൂപത്തിലായ ആ ഭഗവത് രൂപത്തിൽ ലയിച്ചു യോജിച്ച് ഒന്നായിത്തീർന്നു. ആര്? അജാമിളന് മോഹങ്ങളൊക്കെ ക്ഷയിച്ച് ഭഗവാനായി മാറി. ഇതാണ് ഹൈന്ദവ സംസ്കൃതി. ശ്രദ്ധിക്കൂ, ക്രിസ്ത്യാനികൾ ഇതുപോലുള്ള അബദ്ധന്മാർ, സംസ്കാര ശൂന്യന്മാർ, അവർക്ക് തെമ്മാടിക്കുഴിയുണ്ട് കുഴിച്ചിടാൻ. മുസ്ലിങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒന്നിലും കൂട്ടൂല്ല. എന്നാൽ ഹൈന്ദവ സമൂഹത്തിലാണെങ്കിൽ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു, അഭിചേതസ്സ ദുരാചാരി ഭജതേ മാം അനന്യഭാത് സാധുരേവ സസംബന്ധവ്യ. എത്ര ദുരാചാരിയായിരിക്കും, എത്ര നികൃഷ്ടനായാലും ശരി, ഈ നാമസംസ്കൃതിയിലേക്ക്, ഈ ഭാഗവത സംസ്കൃതിയിലോട്ട്, ഈ ഭഗവത്ഗീതാ സംസ്കൃതിയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവനെ നെഞ്ചോട് ചേർത്ത് പുണരുന്ന സംസ്കൃതിയാണ് ഈ വൈദിക സംസ്കൃതി, ഈ വേദ സംസ്കൃതി, ഈ ഭഗവത്ഗീതാ സംസ്കൃതി, ഈ വിഷ്ണു സഹസ്രനാമ സംസ്കൃതി, ഈ ഭാഗവത സംസ്കൃതി. ഇതിന് ആദ്യം നമ്മളിത് പഠിച്ച് നമ്മളിത് ജീവിതത്തിൽ ഉൾക്കൊണ്ട് നമ്മളെ മക്കൾക്കും വരും തലമുറക്കും നമ്മളിത് കൈകാര്യം ചെയ്യണം. ഇത് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യണം ഈ സംസ്കൃതി. അതിന് ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഈ
ശ്രീമദ് ഭാഗവത സംസ്കൃതി എത്തിക്കണം. അതിന് ഈ അജാമിള മോക്ഷമുണ്ടായതുപോലെ നമുക്കും മോക്ഷമുണ്ടായി ഇപ്പോൾ ഇവിടെ ഒരു നല്ല ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സ്വാമിയേ ശരണമയ്യപ്പ.